ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു വലിയ ചരിത്രം പറയാൻ പോകുന്നു. ഇത് ടാറ്റ ഗ്രൂപ്പിന്റെ ചരിത്രമാണ്. ഇന്ന് നാം ഉപയോഗിക്കുന്ന പല സാധനങ്ങളും ടാറ്റയുടേതാണ്. രാവിലെ കുടിക്കുന്ന ചായ മുതൽ നാം യാത്ര ചെയ്യുന്ന വാഹനം വരെ ടാറ്റ നിർമ്മിക്കുന്നുണ്ട്. ടാറ്റ കമ്പനി ഇന്ന് ലോകമെമ്പാടും പ്രവർത്തിക്കുന്നു. 100 രാജ്യങ്ങളിൽ അവർക്കിന്ന് ബിസിനസ് ഉണ്ട്. 10 ലക്ഷത്തിലധികം ആളുകൾ ടാറ്റയിൽ ജോലി ചെയ്യുന്നു. കമ്പനിയുടെ വാർഷിക വരുമാനം 10,000 കോടി ഡോളറിലധികമാണ്. ഇന്ത്യൻ രൂപയിൽ ഇത് 10 ലക്ഷം കോടിയിലധികം വരും. അവരുടെ മൊത്തം വിപണി മൂല്യം 30 ലക്ഷം കോടി രൂപയാണ്. എന്നാൽ ഈ വലിയ സാമ്രാജ്യം എങ്ങനെ തുടങ്ങിയെന്ന് നാം അറിയണം. ഇതിന്റെ തുടക്കം വളരെ ചെറുതായിരുന്നു. ഈ ചരിത്രത്തിൽ പലർക്കും അറിയാത്ത ചില സത്യങ്ങളുണ്ട്. ടാറ്റയുടെ ആദ്യകാല ബിസിനസ് എന്തായിരുന്നു എന്ന് പലർക്കും അറിയില്ല. കറുപ്പ് അഥവാ ഓപ്പിയം കച്ചവടത്തിലൂടെ കൂടിയാണ് ടാറ്റ വളർന്നത്. ഇതാണ് ടാറ്റയുടെ യഥാർത്ഥ ചരിത്രം. ടാറ്റ ഗ്രൂപ്പിന്റെ സ്ഥാപകൻ ജാംഷഡ്ജി ടാറ്റയാണ്. അദ്ദേഹത്തിന്റെ പിതാവ് നുസർവാൻജി ടാറ്റയാണ്. 1822 നുസർവാൻജി ജനിച്ചത്. അദ്ദേഹം ഒരു പുരോഹിത കുടുംബത്തിലെ അംഗമായിരുന്നു. എന്നാൽ അദ്ദേഹം ആ ജോലി ഉപേക്ഷിച്ചു. അദ്ദേഹം ഒരു വ്യാപാരിയായി മാറി. 1850 അദ്ദേഹം മുംബൈയിൽ ഒരു വ്യാപാര സ്ഥാപനം തുടങ്ങി. ഇന്ത്യയിൽ നിന്നും ചൈനയിലേക്ക് അദ്ദേഹം സാധനങ്ങൾ കയറ്റുമതി ചെയ്തു. പ്രധാനമായും 2 സാധനങ്ങളാണ് അന്ന് കയറ്റുമതി ചെയ്തിരുന്നത്. അവ പരുത്തിയും കറുപ്പുമായിരുന്നു. ഇന്നത്തെ കാലത്ത് കറുപ്പ് കച്ചവടം വളരെ വലിയ കുറ്റകൃത്യമാണ്. എന്നാൽ 19-ാം നൂറ്റാണ്ടിൽ ഇത് നിയമവിധേയമായിരുന്നു. അന്ന് ഇന്ത്യ ഭരിച്ചിരുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. ബ്രിട്ടീഷുകാർക്ക് ചൈനയിൽ നിന്നും തേയില ആവശ്യമായിരുന്നു. ഇതിനു പകരമായി അവർ ഇന്ത്യയിൽ നിന്നും കറുപ്പ് ചൈനയിലേക്ക് കയറ്റി അയച്ചു. ഇന്ത്യയിലെ കർഷകരെ കൊണ്ട് അവർ നിർബന്ധമായി കറുപ്പ് കൃഷി ചെയ്യിപ്പിച്ചു. ഈ കച്ചവടം വളരെ വലിയ ലാഭം നൽകുന്ന ഒന്നായിരുന്നു. പല പാഴ്സി വ്യാപാരികളും അന്ന് ഈ കച്ചവടം ചെയ്തു. നുസർവാൻജി ടാറ്റയും ഈ വ്യാപാരത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി. അദ്ദേഹം ചൈനയിലേക്ക് കറുപ്പ് കയറ്റുമതി ചെയ്തു. അവിടെ നിന്നും തിരികെ പട്ടും തേയിലയും ഇന്ത്യയിൽ എത്തിച്ചു. ഇതിലൂടെ ടാറ്റ കുടുംബം വലിയ സമ്പന്നരായി മാറി. ടാറ്റയുടെ ആദ്യകാല സാമ്പത്തിക അടിത്തറ ഈ കച്ചവടമായിരുന്നു. ഇത് ചരിത്രത്തിലെ ഒരു വലിയ സത്യമാണ്. അക്കാലത്തെ നിയമങ്ങൾ അനുസരിച്ച് അതൊരു തെറ്റായ കാര്യമായിരുന്നില്ല. 1839 മാർച്ച് 3 ജാംഷഡ്ജി ടാറ്റ ജനിച്ചു. ഗുജറാത്തിലെ നവസാരിയായിരുന്നു അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം. 1858 അദ്ദേഹം മുംബൈയിലെ എൽഫിൻസ്റ്റൺ കോളേജിൽ നിന്നും പഠനം പൂർത്തിയാക്കി. അന്ന് അദ്ദേഹത്തിന് 19 വയസ്സായിരുന്നു പ്രായം. പഠനത്തിന് ശേഷം അദ്ദേഹം അച്ഛന്റെ വ്യാപാരത്തിൽ പങ്കുചേർന്നു. കച്ചവടം നേരിട്ട് മനസ്സിലാക്കാൻ അച്ഛൻ അദ്ദേഹത്തെ ചൈനയിലേക്ക് അയച്ചു. 1859 ജാംഷഡ്ജി ചൈനയിലെത്തി. അദ്ദേഹം ഹോങ്കോങ്ങിലും ഷാങ്ഹായിലും പോയി. അവിടെ അദ്ദേഹം ഒരു പുതിയ വ്യാപാര സ്ഥാപനം തുടങ്ങി. ജാംഷഡ്ജി ആൻഡ് അർദേഷിർ എന്നായിരുന്നു ആ സ്ഥാപനത്തിന്റെ പേര്. ചൈനയിലെ കറുപ്പ് കച്ചവടം അദ്ദേഹം അവിടെ നിന്ന് പഠിച്ചു. പരുത്തിയുടെയും കറുപ്പിന്റെയും വിപണി അദ്ദേഹം വിപുലമാക്കി. പിന്നീട് അദ്ദേഹം ജപ്പാനിലേക്കും യാത്ര ചെയ്തു. ഈ യാത്രകൾ അദ്ദേഹത്തിന് ലോകത്തെക്കുറിച്ച് വലിയ അറിവുകൾ നൽകി. ചൈനയിലെ കച്ചവടം ടാറ്റ കുടുംബത്തിന് കോടിക്കണക്കിന് രൂപയുടെ ലാഭം നേടിക്കൊടുത്തു. ഈ പണമാണ് ടാറ്റ ഗ്രൂപ്പിന്റെ ആദ്യത്തെ പ്രധാന മൂലധനം. 1861 അമേരിക്കയിൽ ആഭ്യന്തര യുദ്ധം തുടങ്ങി. ഇത് ലോകമെമ്പാടും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. ബ്രിട്ടനിലെ തുണിമില്ലുകൾക്ക് പരുത്തി ആവശ്യമായിരുന്നു. മുമ്പ് അവർ അമേരിക്കയിൽ നിന്നാണ് പരുത്തി വാങ്ങിയിരുന്നത്. യുദ്ധം കാരണം അമേരിക്കയിൽ നിന്നുള്ള പരുത്തി നിലച്ചു. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് തിരിഞ്ഞു. അവർ ഇന്ത്യയിൽ നിന്നും വലിയ തോതിൽ പരുത്തി വാങ്ങി. ടാറ്റ കുടുംബം ധാരാളം പരുത്തി ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്തു. ഈ കച്ചവടത്തിൽ അവർക്ക് കോടിക്കണക്കിന് രൂപ ലാഭം ലഭിച്ചു. ഇത് ടാറ്റ കമ്പനിയുടെ സാമ്പത്തിക അടിത്തറ കൂടുതൽ ശക്തമാക്കി. 1865 അമേരിക്കയിലെ യുദ്ധം അവസാനിച്ചു. അതിനുശേഷം പരുത്തി വിപണി തകർന്നു. പല കമ്പനികളും അന്ന് പൂട്ടിപ്പോയി. എന്നാൽ ടാറ്റ കുടുംബം പിടിച്ചു നിന്നു. 1867 ബ്രിട്ടീഷ് സൈന്യം അബിസീനിയ ആക്രമിച്ചു. അന്ന് സൈന്യത്തിന് ആവശ്യമായ സാധനങ്ങൾ നൽകിയത് ടാറ്റയായിരുന്നു. ഇതിൽ നിന്നും അവർ വീണ്ടും വലിയ ലാഭമുണ്ടാക്കി. 1868 ജാംഷഡ്ജി സ്വന്തമായ ഒരു കമ്പനി തുടങ്ങി. വെറും 21,000 രൂപയായിരുന്നു അദ്ദേഹത്തിന്റെ മൂലധനം. അതൊരു ചെറിയ വ്യാപാര കമ്പനിയായിരുന്നു. 1869 അദ്ദേഹം ഒരു പുതിയ ചുവടുവെപ്പ് നടത്തി. മുംബൈയിലെ ചിൻസ്പോക്ലി എന്ന സ്ഥലത്ത് ഒരു എണ്ണമില്ലുണ്ടായിരുന്നു. അത് നഷ്ടത്തിലായി പൂട്ടിക്കിടക്കുകയായിരുന്നു. ജാംഷഡ്ജി ആ പഴയ മില്ല് വളരെ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി. അദ്ദേഹം അതിനെ ഒരു പരുത്തി മില്ലാക്കി മാറ്റി. അതിന് അലക്സാണ്ട്ര മിൽ എന്ന് പേരിട്ടു. 2 വർഷം അദ്ദേഹം അത് വളരെ നന്നായി നടത്തി. അതിൽ നിന്ന് വലിയ ലാഭമുണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതിനുശേഷം ആ മിൽ അദ്ദേഹം വലിയൊരു തുകയ്ക്ക് വിറ്റു. ഈ പണം ഉപയോഗിച്ച് പുതിയ ബിസിനസ് ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു. തുണി നിർമ്മാണ രംഗത്ത് വലിയ സാധ്യതകൾ ഉണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഇതിനായി അദ്ദേഹം ഇംഗ്ലണ്ടിലെ ലങ്കാഷെയർ സന്ദർശിച്ചു. അവിടെയുള്ള വലിയ തുണിമില്ലുകൾ അദ്ദേഹം നേരിട്ട് കണ്ടു പഠിച്ചു. തുണിമിൽ തുടങ്ങാൻ അദ്ദേഹം നാഗ്പൂർ എന്ന സ്ഥലം തിരഞ്ഞെടുത്തു. അവിടെ പരുത്തി വളരെ സുലഭമായി ഉണ്ടായിരുന്നു. വെള്ളവും കൽക്കരിയും അവിടെ എളുപ്പത്തിൽ കിട്ടുമായിരുന്നു. ജോലിക്കാരെയും അവിടെ വളരെ എളുപ്പത്തിൽ കിട്ടുമായിരുന്നു. 1874 അദ്ദേഹം അവിടെ ഒരു കമ്പനി തുടങ്ങി.
സെൻട്രൽ ഇന്ത്യ സ്പിന്നിംഗ് വീവിംഗ് ആൻഡ് മാനുഫാക്ചറിംഗ് കമ്പനി എന്നായിരുന്നു അതിന്റെ പേര്. ഇതിനായി അദ്ദേഹം 1,50,000 രൂപ സ്വന്തമായി നിക്ഷേപിച്ചു. 1877 ജനുവരി 1 ആ മിൽ പ്രവർത്തനം തുടങ്ങി. അന്ന് ബ്രിട്ടീഷ് രാജ്ഞിയായ വിക്ടോറിയ ഇന്ത്യയുടെ ചക്രവർത്തിനിയായി അധികാരമേറ്റ ദിവസമായിരുന്നു. അതിനാൽ ആ മില്ലിന് എംപ്രസ് മിൽസ് എന്ന് പേരിട്ടു. ഇത് ടാറ്റയുടെ ചരിത്രത്തിലെ വലിയൊരു വിജയമായി മാറി. 60 ലക്ഷം രൂപ വരെ ഈ മിൽ വാർഷിക ലാഭമുണ്ടാക്കി. ജാംഷഡ്ജി തന്റെ തൊഴിലാളികളെ വളരെ നന്നായി നോക്കി. അക്കാലത്ത് തൊഴിലാളികൾക്ക് യാതൊരു ആനുകൂല്യങ്ങളും ഇല്ലായിരുന്നു. അവർ ദിവസം 12 മണിക്കൂർ മുതൽ 14 മണിക്കൂർ വരെ ജോലി ചെയ്തിരുന്നു. എന്നാൽ ജാംഷഡ്ജി പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നു. അദ്ദേഹം 8 മണിക്കൂർ ജോലി സമയം നടപ്പിലാക്കി. തൊഴിലാളികൾക്ക് പെൻഷൻ സംവിധാനം അദ്ദേഹം ഏർപ്പെടുത്തി. ജോലി സ്ഥലത്ത് അപകടം സംഭവിച്ചാൽ നഷ്ടപരിഹാരം നൽകി. അവർക്ക് ചികിത്സയ്ക്കായി ആശുപത്രികൾ തുടങ്ങി. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകി. സ്ത്രീകൾക്ക് ശമ്പളത്തോടു കൂടിയ പ്രസവാവധി നൽകി. 1886 അദ്ദേഹം പ്രൊവിഡന്റ് ഫണ്ട് തുടങ്ങി. ഇതെല്ലാം അന്ന് ഇന്ത്യയിൽ ആദ്യമായിട്ടായിരുന്നു സംഭവിച്ചത്. ബ്രിട്ടനിൽ പോലും അന്ന് ഇത്തരം നിയമങ്ങൾ ഉണ്ടായിരുന്നില്ല. തൊഴിലാളികൾ സന്തോഷമായിരുന്നാൽ മാത്രമേ കമ്പനി വളരൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ജാംഷഡ്ജി ടാറ്റയ്ക്ക് ജീവിതത്തിൽ 4 വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒരു വലിയ ഇരുമ്പുരുക്ക് വ്യവസായം തുടങ്ങുക, ലോകോത്തര നിലവാരമുള്ള ഒരു ശാസ്ത്ര പഠന കേന്ദ്രം സ്ഥാപിക്കുക, വലിയ ഒരു ജലവൈദ്യുത പദ്ധതി കൊണ്ടുവരിക, മുംബൈയിൽ ഒരു വലിയ ആഡംബര ഹോട്ടൽ പണിയുക. ഈ 4 കാര്യങ്ങളും ഇന്ത്യയുടെ വളർച്ചയ്ക്ക് ആവശ്യമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഇന്ത്യ സ്വന്തം കാലിൽ നിൽക്കണമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. പണം ഉണ്ടാക്കുക എന്നത് മാത്രമല്ല, നാടിന്റെ വികസനവും അദ്ദേഹം ആഗ്രഹിച്ചു. ഈ 4 സ്വപ്നങ്ങളിൽ ഒരെണ്ണം മാത്രമാണ് അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് പൂർത്തിയായത്. അത് മുംബൈയിലെ താജ്മഹൽ പാലസ് ഹോട്ടലാണ്. മുംബൈയിൽ ഒരു വലിയ ഹോട്ടൽ പണിയുക എന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. ഒരിക്കൽ അദ്ദേഹം മുംബൈയിലെ വാട്സൺസ് ഹോട്ടലിൽ പോയി. അതൊരു വലിയ ഹോട്ടലായിരുന്നു. അവിടെ ഇന്ത്യക്കാർക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. വെള്ളക്കാർക്ക് മാത്രമേ അവിടെ പ്രവേശനമുണ്ടായിരുന്നുള്ളൂ. ഇന്ത്യക്കാരനായതുകൊണ്ട് ജാംഷഡ്ജിക്ക് അവിടെ പ്രവേശനം നിഷേധിച്ചു. ഇത് അദ്ദേഹത്തിന് വലിയ വിഷമമുണ്ടാക്കി. ഇത് വലിയൊരു അപമാനമായി അദ്ദേഹത്തിന് തോന്നി. ഇന്ത്യക്കാർക്ക് തലയുയർത്തി നിൽക്കാൻ കഴിയുന്ന ഒരു ഹോട്ടൽ താൻ പണിയുമെന്ന് അദ്ദേഹം അന്ന് തീരുമാനിച്ചു. അങ്ങനെ 1903 അദ്ദേഹം താജ് ഹോട്ടൽ തുറന്നു. ഡിസംബർ 16 ഈ ഹോട്ടൽ അതിഥികൾക്കായി തുറന്നത്. 4,21,00,000 രൂപയാണ് അന്ന് ഇതിനായി ചിലവാക്കിയത്. ഇന്ത്യയിൽ വൈദ്യുതി ലഭിച്ച ആദ്യത്തെ ഹോട്ടൽ ഇതായിരുന്നു. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഹോട്ടലുകളിൽ ഒന്നായി പെട്ടെന്ന് മാറി. 1904 മെയ് 19 അദ്ദേഹം അന്തരിച്ചു. അസുഖം ബാധിച്ച് ജർമ്മനിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. അന്ന് അദ്ദേഹത്തിന് 65 വയസ്സായിരുന്നു പ്രായം. അദ്ദേഹത്തിന്റെ മരണശേഷം ദൊറാബ്ജി ടാറ്റയും രത്തൻജി ടാറ്റയും കമ്പനി ഏറ്റെടുത്തു. ഇരുമ്പുരുക്ക് വ്യവസായം തുടങ്ങാൻ അവർ ബുദ്ധിമുട്ടി. ഇംഗ്ലണ്ടിൽ പോയി അവർ പണം ചോദിച്ചു. എന്നാൽ ബ്രിട്ടീഷുകാർ അവർക്ക് സാമ്പത്തിക സഹായം നൽകിയില്ല. അപ്പോൾ അവർ ഇന്ത്യക്കാരോട് തന്നെ പണം ചോദിച്ചു. 8,000 ഇന്ത്യക്കാർ അവരുടെ സമ്പാദ്യം കമ്പനിക്കായി നൽകി. വെറും 3 ആഴ്ച കൊണ്ട് 2,30,00,000 രൂപ അവർ സമാഹരിച്ചു. 1907 ഓഗസ്റ്റ് 26 ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി സ്ഥാപിച്ചു. ജാർഖണ്ഡിലെ സാക്ചി എന്ന സ്ഥലത്തായിരുന്നു ഇത് തുടങ്ങിയത്. പ്രമദാനാഥ് ബോസ് എന്ന ഭൗമശാസ്ത്രജ്ഞൻ ഇതിനായി അവരെ സഹായിച്ചു. 1912 അവിടെ ആദ്യത്തെ സ്റ്റീൽ പുറത്തിറങ്ങി. 1-ാം ലോക മഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷ് സൈന്യത്തിന് സ്റ്റീൽ നൽകിയത് ടാറ്റയാണ്. 1.5 ലക്ഷം ടൺ സ്റ്റീലാണ് അവർ നൽകിയത്. ഇതിനുള്ള ആദരവായി ആ നഗരത്തിന് പിന്നീട് ജാംഷഡ്പൂർ എന്ന് പേരിട്ടു. ചെംസ്ഫോർഡ് പ്രഭുവാണ് 1919 ഈ പേര് നൽകിയത്. 1909 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥാപിച്ചു. ഇതിനായി ജാംഷഡ്ജി തന്റെ സമ്പത്തിൽ നിന്ന് 30 ലക്ഷം രൂപ നൽകിയിരുന്നു. 1893 ഒരു കപ്പൽ യാത്രക്കിടെ അദ്ദേഹം സ്വാമി വിവേകാനന്ദനെ കണ്ടിരുന്നു. അന്ന് ഈ കാര്യത്തെക്കുറിച്ച് അവർ സംസാരിച്ചിരുന്നു. മൈസൂർ രാജാവായിരുന്ന കൃഷ്ണരാജ വാഡിയാർ ഇതിനായി 300 ഏക്കർ സ്ഥലം നൽകി. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ശാസ്ത്ര കേന്ദ്രമാണിത്. 1910 ടാറ്റ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സപ്ലൈ കമ്പനി നിലവിൽ വന്നു. മഹാരാഷ്ട്രയിലെ ലോണാവാല എന്ന സ്ഥലത്തായിരുന്നു ഇത്. 1915 അവിടെ നിന്നും വൈദ്യുതി ഉൽപാദനം തുടങ്ങി. മുംബൈ നഗരത്തിന് ആവശ്യമായ വൈദ്യുതി നൽകുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ടാറ്റ ചരിത്രത്തിലെ മറ്റൊരു പ്രധാന വ്യക്തിയാണ് JRD ടാറ്റ. ജഹാംഗീർ രത്തൻജി ദാദാബായ് ടാറ്റ എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം. 1938 അദ്ദേഹം കമ്പനിയുടെ ചെയർമാനായി. അന്ന് അദ്ദേഹത്തിന് 34 വയസ്സായിരുന്നു പ്രായം. 52 വർഷം അദ്ദേഹം കമ്പനിയെ മികച്ച രീതിയിൽ നയിച്ചു. അദ്ദേഹം ചെയർമാനാകുമ്പോൾ ടാറ്റയ്ക്ക് 14 കമ്പനികൾ ഉണ്ടായിരുന്നു. അദ്ദേഹം പദവി ഒഴിയുമ്പോൾ അത് 95 കമ്പനികളായി ഉയർന്നു. കമ്പനിയുടെ ആസ്തി 62 കോടിയിൽ നിന്നും 10,000 കോടിയായി വർദ്ധിച്ചു. ഇന്ത്യയിൽ വിമാന ഗതാഗതം തുടങ്ങിയത് അദ്ദേഹമാണ്. 1929 ഫെബ്രുവരി 10 അദ്ദേഹം ആദ്യത്തെ പൈലറ്റ് ലൈസൻസ് നേടി. 1932 ടാറ്റ ഏവിയേഷൻ സർവീസസ് തുടങ്ങി. 2 ലക്ഷം രൂപയായിരുന്നു അതിന്റെ മൂലധനം. 1932 ഒക്ടോബർ 15 അദ്ദേഹം ആദ്യത്തെ വിമാനം പറത്തി. കറാച്ചിയിൽ നിന്ന് മുംബൈയിലേക്കായിരുന്നു ആ യാത്ര. പിന്നീട് അത് ടാറ്റ എയർലൈൻസായി മാറി. 1953 സർക്കാർ ആ കമ്പനി ഏറ്റെടുത്തു. അതിന് എയർ ഇന്ത്യ എന്ന് പേരിട്ടു. 2022 ജനുവരിയിൽ ടാറ്റ ആ കമ്പനി തിരികെ വാങ്ങി.
18,000 കോടി രൂപയ്ക്കാണ് എയർ ഇന്ത്യയെ അവർ സ്വന്തമാക്കിയത്. 1945 ടാറ്റ വാഹന നിർമ്മാണം തുടങ്ങി. ടാറ്റ എഞ്ചിനീയറിംഗ് ആൻഡ് ലോക്കോമോട്ടീവ് കമ്പനി എന്നാണ് ഇത് ആദ്യം അറിയപ്പെട്ടത്. ടെൽകോ എന്ന് ഇതിനെ ചുരുക്കി വിളിച്ചു. തുടക്കത്തിൽ അവർ ട്രെയിൻ എഞ്ചിനുകളാണ് നിർമ്മിച്ചത്. 1954 ജർമ്മൻ കമ്പനിയായ ബെൻസുമായി അവർ ചേർന്നു. അവർ ഒരുമിച്ച് ട്രക്കുകൾ നിർമ്മിക്കാൻ തുടങ്ങി. 15 വർഷം ആ കൂട്ടുകെട്ട് തുടർന്നു. ഇന്ന് ഈ കമ്പനി ടാറ്റ മോട്ടോഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. 1998 പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കാർ അവർ ഇറക്കി. ടാറ്റ ഇൻഡിക്ക എന്നായിരുന്നു അതിന്റെ പേര്. പിന്നീട് സാധാരണക്കാർക്കായി അവർ ടാറ്റ നാനോ കാർ പുറത്തിറക്കി. 2008 ഇറങ്ങിയ ആ കാറിന്റെ വില വെറും 1 ലക്ഷം രൂപയായിരുന്നു. 1968 ടാറ്റ കൺസൾട്ടൻസി സർവീസസ് തുടങ്ങി. TCS എന്നാണ് ഈ IT കമ്പനി അറിയപ്പെടുന്നത്. തുടക്കത്തിൽ പഞ്ച് കാർഡ് സേവനങ്ങളാണ് അവർ നൽകിയിരുന്നത്. ഇന്ന് ലോകമെമ്പാടുമായി 6,16,000 ആളുകൾ അവിടെ ജോലി ചെയ്യുന്നു. ഇതിൽ 2 ലക്ഷത്തിലധികം പേർ സ്ത്രീകളാണ്. 50 രാജ്യങ്ങളിൽ അവർക്ക് ഓഫീസുകളുണ്ട്. ഇന്ന് ടാറ്റ ഗ്രൂപ്പിലെ ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കുന്ന കമ്പനിയാണിത്. 1991 രത്തൻ ടാറ്റ കമ്പനിയുടെ ചെയർമാനായി. അദ്ദേഹത്തിന്റെ കാലത്താണ് ടാറ്റ ഒരു ആഗോള കമ്പനിയായി മാറിയത്. വിദേശത്തുള്ള പല വലിയ കമ്പനികളെയും അദ്ദേഹം വാങ്ങി. 2000 ടെറ്റ്ലി എന്ന പ്രശസ്തമായ ബ്രിട്ടീഷ് ചായ കമ്പനിയെ അവർ വാങ്ങി. 439 ദശലക്ഷം പൗണ്ടാണ് ഇതിനായി നൽകിയത്. 2004 കൊറിയയിലെ ഡേവു മോട്ടോഴ്സിന്റെ ട്രക്ക് വിഭാഗം വാങ്ങി. 102 ദശലക്ഷം ഡോളറായിരുന്നു അതിന്റെ വില. 2007 കോറസ് എന്ന വലിയ സ്റ്റീൽ കമ്പനിയെ സ്വന്തമാക്കി. 12 ബില്യൺ ഡോളറിനാണ് യൂറോപ്പിലെ ഈ കമ്പനിയെ വാങ്ങിയത്. അന്ന് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപമായിരുന്നു അത്. 2008 ജാഗ്വാർ ലാൻഡ് റോവർ എന്ന ആഡംബര കാർ കമ്പനിയെയും വാങ്ങി. 2.3 ബില്യൺ ഡോളർ നൽകിയാണ് ഫോർഡിൽ നിന്നും ഇത് വാങ്ങിയത്. ടാറ്റ വെറും ഒരു ബിസിനസ് കമ്പനി മാത്രമല്ല. ടാറ്റ സൺസ് എന്നാണ് ഇവരുടെ പ്രധാന കമ്പനിയുടെ പേര്. ഈ കമ്പനിയുടെ 66% ഓഹരികളും ടാറ്റ ട്രസ്റ്റുകളുടെ കൈവശമാണ്. സർ ദൊറാബ്ജി ടാറ്റ ട്രസ്റ്റ്, സർ രത്തൻ ടാറ്റ ട്രസ്റ്റ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇതിൽ നിന്നുള്ള ലാഭം മുഴുവൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. വിദ്യാഭ്യാസം, ആരോഗ്യം, ഗ്രാമവികസനം എന്നീ മേഖലകളിൽ ഈ ട്രസ്റ്റുകൾ കോടിക്കണക്കിന് രൂപ ചിലവാക്കുന്നു. 1941 അവർ ടാറ്റ ക്യാൻസർ ആശുപത്രി തുടങ്ങി. 1945 ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് തുടങ്ങി. പ്രതിസന്ധി ഘട്ടങ്ങളിൽ എപ്പോഴും രാജ്യത്തോടൊപ്പം ടാറ്റ ഉറച്ചു നിന്നിട്ടുണ്ട്. കോവിഡ് സമയത്ത് 1,500 കോടി രൂപയാണ് അവർ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. കൂടാതെ ഓക്സിജൻ വിതരണം ചെയ്യാനും അവർ സർക്കാരിനെ സഹായിച്ചു. കറുപ്പും പരുത്തിയും കച്ചവടം ചെയ്തു തുടങ്ങിയ ഒരു കമ്പനിയാണ് ടാറ്റ. അന്ന് നിയമവിധേയമായിരുന്ന ആ കച്ചവടത്തിലൂടെ അവർ വലിയ മൂലധനമുണ്ടാക്കി. പിന്നീട് അവർ ആ പണം വ്യവസായങ്ങൾക്കായി നിക്ഷേപിച്ചു. ലാഭം മാത്രമല്ല, ഒരു രാജ്യത്തിന്റെ വളർച്ച കൂടിയാണ് ബിസിനസ് എന്ന് അവർ തെളിയിച്ചു. പാവപ്പെട്ടവരോടും തൊഴിലാളികളോടും അവർ എപ്പോഴും കരുണ കാണിച്ചു. സത്യസന്ധതയും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ഏതു വലിയ സ്വപ്നവും നേടിയെടുക്കാൻ കഴിയും. ജാംഷഡ്ജി ടാറ്റയുടെയും അദ്ദേഹത്തിന്റെ പിൻഗാമികളുടെയും ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്.